മയൂരിയിലാണ് വന്നത്. ഇവിടെ ഇടയ്ക്കരല്ല, ഇടയ്ക്കര മയൂരിയിലാണ് വന്നത്. ഇത് 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ 34,900. ടാറ്റൻ്റെ 34. സ്റ്റാൻഡ് ഫിറ്റിംഗ് സെപ്പറേറ്റ് വരും. ഓക്കെ, 34,900 അതിൻ്റെ റേറ്റ് ആണ്. ചെറിയ എന്തിലൊക്കെ കുറക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാകുമ്പോൾ 28,900 അതിൻ്റെ 3 സ്റ്റാർ. 3 സ്റ്റാർ അതിൻ്റെ 3 സ്റ്റാർ 28,900. അതൊക്കെ EMI ആക്കി എടുക്കുകയാണെങ്കിൽ ഇതാക്കി എടുത്താൽ മതി. ഇത് IFP 28,900. അടുത്തത് ഹെയർ ആണ്. ഹെയർ എന്താ കമ്പനിയാണ്? ഹയറിൻ്റെ വരുമ്പോൾ 1 ടൺ കേട്ടോ. 1 ടൺ അല്ലേ? 33 ഫുൾ വാറണ്ടി ഉണ്ട്. 12 വർഷം കമ്പൽസറി വാറണ്ടി. ഓക്കെ. പിന്നെ നമ്മൾ ഗോദ്രേജ് ഉണ്ട്. 5 വർഷം ഫുൾ വാറണ്ടി, 10 വർഷം കമ്പൽസറി വാറണ്ടി. അതാകുമ്പോൾ 30,200 സ്റ്റാൻഡ് ഫിറ്റിംഗ് നടക്കും. ഓക്കെ. പിന്നെ ലോയിഡ് ഉണ്ട്. ആവശ്യത്തിന് 35,900. ഒരു 25 വരുന്നത് സ്റ്റാർട്ടിങ് 24, 25, 28, 25. ഇത് 3 സ്റ്റാർ ആണ്. ഇത് എൻ്റെ കമ്പനിയാണ്. BP ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി. എത്ര വർഷം വാറണ്ടി? ഇത് 1 വർഷം ഫുൾ വാറണ്ടി. 1 വർഷം ഫുൾ വാറണ്ടി. 5 വർഷം വാറണ്ടി. പിന്നെ 10 വർഷം കമ്പൽസറി വാറണ്ടി. ഇത് LGൻ്റെ 5 സ്റ്റാർ 37,900. നമ്മൾ പറഞ്ഞ വലിയ റൂമല്ല, സാധാരണ നോർമൽ റൂമാണ്. 10-12 ഉണ്ടാവില്ലേ? 10-12 ആയിക്കാണ്. നമ്മളെ പഴയ വീട് വാർപ്പിൻ്റെ വീടുണ്ടല്ലോ, അതിൻ്റെ അളവാണ്. 3 മീറ്റർ 3.5 മീറ്റർ തോന്നുന്നുണ്ട് ചോറിനേര്. ലോയിഡിന് അതേമാതിരി 5 വർഷം ഫുൾ വാറണ്ടി ഉണ്ട്. 10 വർഷം കമ്പൽസറി വാറണ്ടി. ഗ്യാസ് ലീക്കേജ് അടക്കാണ് ഇതിൻ്റെ ഇത്. ഇതാകുമ്പോൾ ലേബർ ചാർജ്, ഗ്യാസ് ലീക്കേജ്, റിമോട്ട് അടക്കം 5 വർഷം ഫുൾ വാറണ്ടി. അതിന് എത്രയാണ് പറഞ്ഞത് ലാസ്റ്റ് റേറ്റ്? 30,260. 30,200. സ്റ്റാൻഡിന് ഫിറ്റിംഗ്. ഈ ഫിറ്റിങ്ങിന് എത്ര? 500 അല്ലേ? ഇത് സ്റ്റാൻഡിൻ്റെ പൈസ. നമ്മൾ തരും. പിന്നെ 1,700 കൊടുക്കേണ്ടി. ഫിറ്റിങ്ങിന് പൈസ. ഫിറ്റിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിലോ? നമ്മൾ ചെയ്യുമ്പോൾ വാറണ്ടിട്ടോ? ഓക്കെ. ആ ടീമിനുള്ള ഇതേക്കാരല്ലേ? ഇത് ഹെയറിൻ്റെതാണ്. ഹെയർ നല്ല കമ്പനിയാണ്. ഹെയർ സൂപ്പർ കമ്പനിയാണ്. അപ്പോൾ 5 വർഷം ഫുൾ വാറണ്ടി ഉണ്ട്. 12 വർഷം കമ്പൽസറി വാറണ്ടി. അതെ, അതൊക്കെ റേറ്റ്. അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടോ? പ്രശ്നമില്ലല്ലോ. എന്നിട്ട് ഒന്ന്